സാവിത്രി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ സിയയുടെ തന്റെ മനസാക്ഷിക്ക് മുന്നിൽ താൻ ചെയ്തത് ശരിയാണെന്നുള്ള രീതിയില് വാദിക്കാണ്. ശേഷം പിന്നീട് വേദ തിരികെ വീട്ടിലെത്തുമ്പോ അമ്മയുടെ പ്രതികരണം വളരെ മോശമാണ്. വേദ അടുത്തു വരുന്ന സമയത്ത് ദേഷ്യത്തോടു കൂടി കമല ആ റൂമിന്റെ ഡോർ അങ്ങ് ആഞ്ഞടയ്ക്കും. നന്ദിനിയോ ശ്രീചേട്ടത്തിയോ ആരും തന്നെ വേദയോട് ഇപ്പോ വലിയ താല്പര്യത്തിൽ സംസാരിക്കുന്നില്ല. അവർക്ക് ആർക്കും തന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ വേദ മനസ്സിൽ വിചാരിക്കാണ്, ഞാൻ കോടതിയിൽ മൊഴി കൊടുത്തത് വലിയ തെറ്റായി പോയിന്ന് എല്ലാവരും പറഞ്ഞു. അമ്മ പോലും എനിക്കെതിരായി എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഇപ്പൊ വേദ വിഷമത്തിലാണ്. വിക്രമും ഒരിക്കലും കരുതിയിട്ടില്ല വേദ തന്നെ സാക്ഷിയായിട്ട് പറയുന്നുള്ളത്. പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസം അമ്മ ഇപ്പോഴും ആ കോലത്തിൽ തന്നെയാണ്. വേദയുടെ അടുത്ത് വന്ന് കമല പറയാൻ, നീ കണ്ടത് സത്യമായിരിക്കാം, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നീ മൊഴി കൊടുത്തതുമായിരിക്കാം, പക്ഷെ അത് നീ കോടതിയിൽ മാറ്റി പറഞ്ഞേ പറ്റൂ എന്ന് നല്ല ദേഷ്യത്തിലും അങ്ങനെ മാറ്റി പറയണമെന്നുള്ള ഒരു നിർബന്ധത്തിലുമാണ് കമല അവിടെ നിന്ന് സംസാരിക്കുന്നത്. വേദ അമ്മയോട് എതിർത്ത് എന്ത് പറയുന്നറിയില്ല. പിന്നീട് വേദ എന്തോ കവലയിലേക്ക് വാങ്ങിക്കാൻ ചെല്ലുമ്പോഴായിരിക്കും വിക്രത്തിനെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് അവിടേക്ക് കൊണ്ടുവരുന്നത്. എവിടെ വെച്ചാണ് താൻ ഉപദ്രവിച്ചെന്നൊക്കെ കാണിച്ചു കൊടുക്കണല്ലോ, കല്ലൊക്കെ തെളിവാണല്ലോ. അപ്പൊ അതിനായിട്ട് വരുന്നത് ഈ സമയം വേദ ഇത് കാണാണ്. അങ്ങനെ കവിരങ്ങിട്ട് വിക്രത്തെ കവലയിലൂടെ നടത്തുന്നത് വേദ ഇങ്ങനെ നോക്കി കാണാണ്. വിക്രം നോക്കുമ്പോ വേദ തലതാഴ്ത്തുന്നുണ്ട്. ജോസഫും കൂടെ ഉണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് MLA വാസുവിന്റെ അടുത്തേക്ക് ശ്രീകാര്യം ശ്രീനിവാസൻ വന്നിരിക്കുക. അവര് തമ്മിൽ എന്തോ സംസാരം ഉണ്ടാവുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഒരുപക്ഷെ ശ്രീനിസാറിന്റെ ആൾക്കാരായിരിക്കാം. വേദ മൊഴി കൊടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ അവിടെ വിക്രം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ള കാരണം വേദയെ ബോധ്യപ്പെടുത്താനോ ആയിരിക്കാം. വിക്രം വെറുതെ ചെയ്തതല്ലോ. ആ ഗുണ്ടകൾ ചിലപ്പോ വേദയെ ആ പോലീസുകാരന്റെ മകളുടെ അടുത്തേക്കായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക. എന്തായാലും നമുക്ക് ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നീട് കാണിക്കുന്നത് അങ്ങനെ മൊഴി കൊടുക്കാനുള്ള ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. വേദ മൊഴി പറയാനായിട്ട് അവിടെ വേദയുടെ അച്ഛന്റെ കോടതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കമലയും എല്ലാവരും വരുന്നുണ്ട്. കമല ഇങ്ങനെ വേദയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. കാരണം മൊഴി കൊടുക്കരുതെന്ന് പറഞ്ഞതാണല്ലോ. വേദ ഇങ്ങനെ അമ്മ നോക്കുമ്പോ തല താഴ്ത്താണ്. മനസ്സിൽ വിചാരിക്കും അപ്പോഴേക്കും വിക്രമിനെ പോലീസുകാരും കൊണ്ടുവരും. അങ്ങനെ വേദ പറയണേ, മനസ്സിലെ ആരൊക്കെ എതിർത്താലും വിക്രത്തിന്റെ ജീവന് വേണ്ടി ഞാൻ സാക്ഷി പറയാൻ തീരുമാനിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിന് വേണ്ടി വാദിക്കാൻ ദർശനായിരിക്കും വരുന്നത്. ഇപ്പോ രാധയും ദർശനും തമ്മിൽ കുറച്ച് കൂട്ടാണല്ലോ. ഒരുപക്ഷെ രാധ പറഞ്ഞത് പ്രകാരം വിക്രത്തിനെ രക്ഷിക്കാനായിട്ട് അവിടെ ദർശനായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും അടിപൊളി ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനലിലൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്